ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റർ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറിയാണ്. ഈ ഒരു പാർട്ട് ഞാൻ ക്ലാസ് ആയിട്ട് തരാൻ ഉദ്ദേശിച്ചത് എന്തെന്നാൽ, നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള കേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും LP UP അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും അതിനകത്ത് ഒരു മാർക്കായി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറി. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പാർട്ട്. അപ്പോൾ നമുക്കിത് പഠിക്കാം. ഓക്കെ, ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസ് സെഷൻ എന്ന് പറയുന്നത് 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് ഇത് ഉപയോഗപ്പെടും. ഒന്ന്, എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിച്ചു പോകുന്ന കുട്ടികൾ. രണ്ടാമത്, BEd അല്ലെങ്കിൽ MEd അതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് നോട്ടായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറി. ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്നറിയപ്പെടുന്നത് എബ്രഹാം മാസ്ലോയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, എഴുതി വെച്ചോളൂ. ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോയാണ്. Then, one of the most popular needs theories is Abraham Maslow's hierarchy of needs theory. Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? നീഡ്സ് തിയറി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള നീഡ്സ് തിയറികളിൽ ഒന്നാണ് എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി എന്ന് പറയാം. മലയാളത്തിൽ പറയുമ്പോൾ ആവശ്യകതകളുടെ ശ്രേണി, നീഡ്സ് അല്ലെ, ആവശ്യകതകളുടെ ശ്രേണി എന്ന് പറയാം. ഇനി മറ്റൊരു പേരും കൂടി ഇതിനകത്തുണ്ട്. എന്താണ് അതിന് കാരണം എന്നൊക്കെ ഞാൻ പറയാട്ടോ. പിരമിഡ് വിത്ത് 5 ലെവൽസ് ഓഫ് നീഡ്സ്. പിരമിഡ് വിത്ത് 5 ലെവൽസ് ഓഫ് നീഡ്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നതാണ്. പിരമിഡ് വിത്ത് 5 ലെവൽസ് ഓഫ് നീഡ്സ് ആരുടെ തിയറിയാണ്? എബ്രഹാം മാസ്ലോയുടെ തിയറികളാണ്. ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി തന്നെ പോകണം. Then next one is motivational theory in psychology. This is one of the motivational theories in psychology. Psychology പാർട്ടിനകത്ത് മോട്ടിവേഷണൽ തിയറികളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറി എന്ന് പറയാം. 1943 അദ്ദേഹം അവതരിപ്പിച്ച എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ, ദാറ്റ് ഈസ് എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന പ്രബന്ധത്തിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1943 അദ്ദേഹം പ്രസന്റ് ചെയ്ത എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന ആ ഒരു പ്രബന്ധത്തിലാണ് ഏതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പിരമിഡ് വിത്ത് 5 ലെവൽസ് ഓഫ് നീഡ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, മോട്ടിവേഷണൽ തിയറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യകതകളുടെ ശ്രേണിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പം കുറേ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു പോയി. ഇതെല്ലാം പഠിച്ചു വെച്ചോണം, എഴുതി വെച്ചോണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എന്താണ് എഴുതി വെക്കുക. ഓക്കെ, Maslow proposed that motivation is the result of a person attempt at fulfilling 5 basic needs. നമ്മൾ പറഞ്ഞു pyramid with 5 levels of needs നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ. pyramid with 5 levels of needs എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 ബേസിക് നീഡ്സ് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? മാസ്ലോ പറയുന്നത്. എന്ത്? മാസ്ലോ പ്രപ്പോസ് ദാറ്റ് മോട്ടിവേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് എ പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് ഫുൾഫില്ലിംഗ് 5 ബേസിക് നീഡ്സ്. എന്താ പറഞ്ഞേ? മോട്ടിവേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് എന്തിൻ്റെയൊക്കെ, ഒരു പേഴ്സൺ എന്തൊക്കെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. 5 ബേസിക് നീഡ്സ് ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണം. ഫിസിയോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. According to Maslow, these needs can create internal pressures that can influence a person's behavior. Okay, ഈ നീഡ്സ് ഒക്കെ എന്തുണ്ടാക്കുന്ന പറഞ്ഞിരിക്കുന്നത്? ഇന്റേണൽ പ്രഷേഴ്സ് that can influence a person behavior. ഒരാളുടെ വ്യക്തിത്വത്തെ തന്നെ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള
പ്രഷർ ക്രിയേറ്റ് ചെയ്യും അയാളുടെ ഉള്ളിൽ. ഏതൊക്കെയാണ് ഈ നീഡ്സ്? 5 ബേസിക് നീഡ്സ്: ഫിസിയോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇത് മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ശാരീരികമായ ആവശ്യങ്ങൾ, സുരക്ഷിതത്വ ആവശ്യങ്ങൾ, സ്നേഹസംബന്ധമായ ആവശ്യങ്ങൾ, ആദര സംബന്ധമായ ആവശ്യങ്ങൾ, വ്യക്തിത്വ ആവശ്യങ്ങൾ. ഓക്കെ, ഇതാണ് മലയാളത്തിൽ നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടത്. ശാരീരികമായ ആവശ്യങ്ങൾ ഫിസിയോളജിക്കൽ അല്ലെ, സുരക്ഷിതത്വ ആവശ്യങ്ങൾ സേഫ്റ്റി, സ്നേഹസംബന്ധമായ ആവശ്യങ്ങൾ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ്, ആദര സംബന്ധമായ ആവശ്യങ്ങൾ എസ്റ്റീം, വ്യക്തിത്വ ആവശ്യങ്ങൾ സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പോവുകയാണ്. മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണിയുടെ ഒരു ചിത്രീകരണമാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പിരമിഡ് ആണെന്ന് പറഞ്ഞു. 5 ബേസിക് നീഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പിരമിഡാണ് ഏതെന്ന് പറയുന്നത് മാസ്ലോവിൻ്റെ മോട്ടിവേഷണൽ തിയറി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തിയറി ഓഫ് നീഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പിരമിഡിൻ്റെ താഴത്തെ തട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ശ്വസനം, ആഹാരം, ജലം, ലൈംഗികത, നിദ്ര, വിസർജനം അല്ലെ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്താണ് അടുത്ത വരുന്നത് അല്ലെ, ശരീരം, ഉദ്യോഗം, വിഭവങ്ങൾ, ചാരിത്രം, കുടുംബം, ആരോഗ്യം എന്നിവയുടെ സുരക്ഷിതത്വം. ഇത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം സുരക്ഷിതത്വമാണ്, സേഫ്റ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ സൗഹൃദം, കുടുംബം, ലൈംഗിക ബന്ധം, ഇതെന്താണ്? ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ്, സ്നേഹം അല്ലെങ്കിൽ ബന്ധങ്ങൾ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ആദരവ്, ബഹുമാനം, ആത്മവിശ്വാസം, വിജയം. അപ്പോൾ ഇത് എസ്റ്റീമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ്? ധാർമ്മികത, സർഗശക്തി, ഐശ്വര്യത, പ്രശ്നപരിഹാരം, എടുത്തുചാട്ടം ഇല്ലായ്മ, വിവേകം. ഇത് ഏതാണ്? വ്യക്തിത്വമാണ് അല്ലെ. ഈ ഒരു 5 ബേസ്മെന്റിലാണ്, അല്ലെങ്കിൽ 5 ബേസിക് നീഡ്സിന്റെ ബേസ്മെന്റിലാണ് മാസ്ലോ എന്ത് ചെയ്തിരിക്കുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു നീഡ്സ് എന്ത് ചെയ്തിരിക്കണം? ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ് ഓർ ബിലോങ്ങിങ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, ഫിസിയോളജിക്കൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ, സെക്സ്, സ്ലീപ്പ്, ഹോമിയോസ്റ്റാസിസ്, എക്സ്ക്രീഷൻ. ഇതെത്രയാണ് ഫിസിയോളജിക്കൽ എന്ന് പറയുന്ന സ്റ്റേജ് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സേഫ്റ്റി നീഡ്സ് എന്താണ്? സെക്യൂരിറ്റി ഓഫ് ബോഡി, എംപ്ലോയ്മെന്റ്, റിസോഴ്സസ്, മൊറാലിറ്റി, ദ ഫാമിലി, ഹെൽത്ത്, പ്രോപ്പർട്ടി. ഇത്രയും എന്താണ്? സേഫ്റ്റി നീഡ്സ് ആണ്. ഓക്കെ, ദെൻ അടുത്തെന്താണ്? ലവ് ഓർ ബിലോങ്ങിങ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, സെക്ഷുവൽ ഇൻറ്റിമസി. ഇതേതാണ്? ലവ് ഓർ ബിലോങ്ങിങ്ങിനകത്ത് വരുന്നതാണ്. ദെൻ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, അച്ചീവ്മെന്റ്, റെസ്പെക്ട് ഓഫ് അതേഴ്സ്, റെസ്പെക്ട് ബൈ അതേഴ്സ്. ഇതേതാണ്? എസ്റ്റീം ആണ്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ, ദറ്റ് ഈസ് മൊറാലിറ്റി, ക്രിയേറ്റിവിറ്റി, സ്പോണ്ടേനിറ്റി, പ്രോബ്ലം സോൾവിംഗ്, ലാക്ക് ഓഫ് പ്രിജുഡൈസ്, അക്സെപ്റ്റൻസ് ഓഫ് ഫാക്ട്സ്. ഇതെന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതാണ് ഏറ്റവും മുകളിലത്തെ പടി എന്ന് പറയുന്നത് അല്ലേ. ഇതെല്ലാം ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ഓർ ബിലോങ്ങിങ്സ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, ഇത്രയും കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ എവിടെ എത്തത്തുള്ളൂ? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന മുകളിലത്തെ സ്റ്റേജിൽ എത്തത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഈ 5 ബേസിക് നീഡ് ഈസ് നീഡഡ് അല്ലെ, നീഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നീഡ്സ് എന്ന് പറയാൻ കാരണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ, അയാൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്നാണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. ഇനി നമ്മളിവിടെ പഠിക്കുമ്പോൾ ഒന്ന് ഈ ഒരു കോഡ് രൂപത്തിൽ വായിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പി ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ, ദെൻ എസ് എന്താണ്? സേഫ്റ്റി, ദെൻ എൽ PSL that is love or belongings, then പിന്നെന്താണ്? E that is esteem, then പിന്നെന്താണ്? self actualization that is yes. PSLES എന്ന് പറയുന്ന ഒരു കോഡ് മനസ്സിൽ വെച്ചേക്കുക. ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ് ഓർ ബിലോങ്ങിങ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. PSLES കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനെയും കുറിച്ച് പഠിക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതിപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പാർട്ട് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒരു ഓർഡർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ആദ്യം ഏത് നീഡ് വരും? ഏത് നീഡ് ആദ്യം വരുന്നത്? ഫിസിയോളജിക്കൽ. സെക്കൻഡ് നീഡ് ഏതാ വരുന്നത്? സേഫ്റ്റി. ദെൻ ലവ് ഓർ ബിലോങ്ങിങ്,
എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതാണ് അതിൻ്റെ ഓർഡർ. ഈ പിരമിഡിൻ്റെ ഓർഡർ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഓർഡർ ചോദിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് ഇതിൻ്റെ ഓർഡർ കറക്റ്റ് ചെയ്യാൻ പറയും. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PSLES എന്ന് പറയുന്ന കോഡ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഓഫ് മാസ്ലോ തിയറി ടു എഡ്യൂക്കേഷൻ. ഇതാണ് പക്ക ഇംപ്ലിക്കേഷൻ. This theory has great impact on educational structure. In order to maximize on the effectiveness of the school-wide and individual classroom teaching programs, administrators and teachers must consider student needs and their hierarchical order. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? മാക്സിമൈസ് ഓൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്കൂൾ വൈഡ് ആൻഡ് ഇൻഡിവിജ്വൽ ക്ലാസ് റൂംസ്. ഓക്കെ, അപ്പോൾ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ, എഫക്റ്റീവ്നെസ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെങ്കിലും ശരി, മസ്റ്റ് കൺസിഡർ സ്റ്റുഡൻറ് നീഡ്സ് കൺസിഡർ ചെയ്തിരിക്കണം. ആൻഡ് ദെയർ ഹൈറാർക്കിയൽ ഓർഡർ. നമ്മൾ പറഞ്ഞ 5 ഹൈറാർക്കിയൽ ഓർഡർ അല്ലേ. സോ 5 നീഡ്സിനെ നമ്മൾ ഒരു പിരമിഡായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ തന്നെ ആ നീഡ്സ് ക്വാളിഫൈ ചെയ്ത് കൊടുക്കണം. ദിസ് മസ്റ്റ് ബി എ top priority in the development of these programs so that students have the capability of reaching their highest level of potentials. അപ്പോൾ എന്താണ്, പ്രോപ്പർ ആയിട്ട് തന്നെ ഇത് കൊടുക്കണം. ഈ നമ്മൾ 5 നീഡ്സും ക്വാളിഫൈ ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യും? ക്യാപ്പബിൾ ആവും. എന്തിനാ? റീച്ചിങ് ദിയർ ഹയസ്റ്റ് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ. ഫോർ ഇൻസ്റ്റൻസ്, if a student has not had her breakfast before she comes to school, she will not be concentrating on learning. She will be preoccupied with the need for food. അല്ലേ? അപ്പോൾ എന്താണ്? A student has not had her breakfast before she comes to school. She will not be concentrating on learning. പ്രോപ്പറായിട്ട് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് എടുക്കണം. എന്നാലേ നമ്മൾ ആ ദിവസം ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ കഴിയില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എ മസ്റ്റ്. Because there are many children who come to school without a proper breakfast, school system must meet this need by providing breakfast programs so that these children will be more likely to learn effectively. അപ്പോൾ ചില സ്കൂളുകളിൽ ഇപ്പോൾ എന്താണ്, അർബൻ ഏരിയയിലുള്ള സ്കൂളുകളിൽ ആ പ്രോബ്ലം ഇല്ല. പക്ഷെ റൂറൽ ഏരിയാസിൽ ഒരു നേരത്തെ ഭക്ഷണം തന്നെ കൊണ്ടുവരാൻ കഷ്ടപ്പെട്ടായിരിക്കും പറ്റുക. അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരിക്കും കുട്ടികൾ സ്കൂളിലേക്ക് വരിക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട നല്ലതാണ്. ടീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ തയ്യാറാവണം. Then next come to MCQ related to Maslow hierarchy of needs theory. And which of the following authors is not associated with behavioral approaches to motivation? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതാ ഞാൻ ഇത് എടുക്കാൻ കാരണം. നോട്ട് അസോസിയേറ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. ടെൻഷൻ കാരണം നമ്മൾ പലരും കാണാത്തൊരു സംഭവമാണ് ഈ സംഭവം. നോട്ട് എന്ന് പറയുന്ന വാക്ക് കാണില്ല. അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടേക്കെന്നാണ്. ഓക്കെ, നോട്ട് അസോസിയേറ്റ് വിത്ത് ബിഹേവിയറൽ അപ്രോച്ചസ് ടു മോട്ടിവേഷൻ. ഏതാണ്? നിങ്ങൾ തന്നെ പറഞ്ഞോ. നമ്മളിപ്പം പഠിച്ചതേ ഉള്ളൂ. ഏതാണ്? മാസ്ലോവിൻ്റെ തിയറിയാണ്. ഇതെന്താണ്? നമ്മൾ ബിഹേവിയറൽ അപ്രോച്ചസ് അല്ല, മോട്ടിവേഷണൽ അപ്രോച്ച് ആണ്. ദറ്റ് ഈസ് നീഡ് തിയറിയാണ് അല്ലേ. സോ ദറ്റ് ഈസ് മാസ്ലോ. ദ മീറ്റിംഗ് all of Maslow's, that is 1970, needs should result in which of the following? എന്താണ്? Unconditional positive regard, self-efficacy, lock-on control, self-actualization. ഏതാണ്? Meeting all of Maslow needs should result in which of the following? അവസാനം എന്തിൽ പോയി നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലേ. എല്ലാം നീഡ്സും നമ്മൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഏതിലേക്ക് പോയി എത്തും? ലാസ്റ്റ് സ്റ്റേജ് സെൽഫ് ആക്ച്വലൈസേഷൻ. Which of the following contain an aspect that would not fall into the category of basic needs? ഇതിൽ ഏതാണ് മാസ്ലോവിൻ്റെ ബേസിക് നീഡ്സിനകത്ത് വരാത്തത്? ദാറ്റ് ഈസ് നോട്ട് ഫോൾ. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു പോയിന്റ് അല്ലേ, നോട്ട് ഫോൾ ഇൻ ദ കാറ്റഗറി ഓഫ് ബേസിക് നീഡ്സ്. ഏതാണ്? ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് സേഫ്റ്റി ആണ് ദാറ്റ് ഈസ് നോട്ട് ഫോൾ ഇൻ ദ കാറ്റഗറി ഓഫ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ബേസിക് നീഡ്സ് ആണ്. Which is not a dimension in Maslow hierarchy of needs. എന്താണ്? നോട്ട് എ ഡയമെൻഷൻ. ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോട്ട് എ ഡയമെൻഷൻ ഇൻ മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഏതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഈഗോ, ഫിസിയോളജിക്കൽ, സേഫ്റ്റി ആൻഡ് എസ്റ്റീം. നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? ഈഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അക്കോർഡിംഗ് ടു മാസ്ലോ സം നീഡ്സ് ഗ്രോ സ്ട്രോങ്ങർ വെൻ അൺസാറ്റിസ്ഫൈഡ്. മാസ്ലോ കോൾഡ് ദീസ്, അതായത് മാസ്ലോ പറയുന്നത് സം നീഡ്സ് ഗ്രോ സ്ട്രോങ്ങർ വെൻ അൺസാറ്റിസ്ഫൈഡ്. നമ്മൾ പ്രോപ്പറായിട്ട് അത് നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഇറ്റ് വിൽ ബി സ്ട്രോങ്ങർ. ദറ്റ് നീഡ് വിൽ ഗ്രോ സ്ട്രോങ്ങർ. അതിനെ എന്തെന്നാണ് മാസ്ലോ പറയുന്നത്? ബീയിങ് നീഡ്സ്,
ഡെഫിഷ്യൻസി നീഡ്സ്, ഗ്രോത്ത് നീഡ്സ് ആൻഡ് പ്രൈമറി നീഡ്സ്. അൺസാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എന്താണ് ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറയാം. The next question, rearrange the steps of Maslow needs hierarchy theory. സോ ഇതാണ് പല ക്വസ്റ്റ്യൻസിലും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ഒരു കോഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ് ആൻഡ് സേഫ്റ്റി നീഡ്സ്. ഇതിൽ നമ്മൾ താഴത്തെ തട്ടിൽ നിന്നല്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നോക്കുമ്പോൾ പോകേണ്ടത്. അത് നോക്കുമ്പോൾ ഈ ഓപ്ഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എ ആണ് അല്ലേ. ദറ്റ് ഈസ് 3A ആണ് ഇതിനകത്ത് വന്നത്. ലോജിക്കൽ റീസണിങ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ് ആദ്യം വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും സെൽഫ് എസ്റ്റീം നീഡ്സ് എന്തായാലും വരില്ല എന്ന് നമ്മുടെ കോഡിൽ നിന്ന് നമുക്കറിയാം. എന്താണ് PSL ES എന്ന് പറയുന്ന കോഡിൽ നിന്ന് നമുക്കറിയാം ഒരിക്കലും D വരില്ല. എന്താണ് D? സെൽഫ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല. 4th സ്റ്റേജ് ആണ് നമുക്കറിയാം. അപ്പോൾ എന്തായാലും A എന്ന് പറയുന്ന സംഭവമാണ് ഒന്നുകിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ളതായിരിക്കും വരിക. ഡിസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലോജിക്കൽ റീസണിങ് നോക്കണം. A ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ, അപ്പോൾ മോളിൽ നിന്ന് താഴെ മീൻസ് അല്ല പിരമിഡിൽ ഏറ്റവും മോളിൽ നിൽക്കുന്നത് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ആദ്യം നിൽക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം സെൽഫ് എസ്റ്റീം നീഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ, AD എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത ഏതാണ് നമുക്ക് വരുന്നത്? ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് ആണ്. സോ ദ ആൻസർ ഈസ് റെഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവിടെ ADC 3 എണ്ണം ഉണ്ട്. അപ്പോൾ അടുത്തതിലാണ് കളിയിരിക്കുന്നത് അല്ലേ. സോ അത് എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? ദറ്റ് ഈസ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. സോ ദറ്റ് ഈസ് E ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദ ആൻസർ ഈസ് എന്താണ്? D ആണ്. ഓക്കെ, ആൻസർ ഈസ് D ആണ്, ADCEP. ഓക്കെ, സോ ദാറ്റ്സ് എ ലോജിക്കൽ റീസണിങ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നീഡ്സ് റിഫ്ലക്റ്റ് either ഫിസിയോളജിക്കൽ or സൈക്കോളജിക്കൽ ഡെഫിഷ്യൻസീസ്. ഈ നീഡ്സ്, ഈ ആവശ്യകതകൾ റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. either ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ ഡെഫിഷ്യൻസീസ് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ടല്ലോ. സോ ദ ആൻസർ ഈസ് ട്രൂ. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ പ്രൊപ്പൗണ്ടഡ് ദ നീഡ്സ് തിയറി? ആരാണ് നീഡ്സ് തിയറി പ്രൊപ്പോസ് ചെയ്തത്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ദറ്റ് ഈസ് എബ്രഹാം ഹാരോൾഡ് മാസ്ലോ. ഇതാണ് ഫുൾ നെയിം. എബ്രഹാം ഹാരോൾഡ് മാസ്ലോ ആണ് നമ്മൾ എബ്രഹാം മാസ്ലോ എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സെഷൻ. അപ്പോൾ മാസ്ലോ ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു എഴുതിയെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും ഈ ക്ലാസ് എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.